CSR ഫണ്ട് തട്ടിപ്പ് പ്രതി അനന്തു കൃഷ്ണനെതിരെ ആലപ്പുഴ ജില്ലയിലും നിരവധി പരാതികൾ. ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 900-ലധികം പരാതികളാണ് ലഭിച്ചത്. 1000-ലധികം ആളുകൾ തട്ടിപ്പിനിരയായിട്ടുണ്ട് എന്നാണ് പ്രാഥമിക വിവരം. വിശ്വാസം സ്ഥാപിക്കാൻ ജനപ്രതിനിധികളെയും ഒപ്പം നിർത്തിയാണ് തട്ടിപ്പ് നടത്തിയത്. ദേവൻ MP ഉണ്ട് വിശദാംശങ്ങളുമായി. ദേവൻ, നമ്മൾ തുടക്കം തൊട്ട് പറഞ്ഞുകൊണ്ടിരുന്നതുപോലെ തന്നെ വലിയ ഗുരുതരമായ വിവരങ്ങളാണ് ഓരോ ഘട്ടത്തിലും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 1000-ലധികം ആളുകളെയാണ് പറ്റിച്ചത്. ഇപ്പോൾ ആലപ്പുഴയിൽ എത്തരത്തിലാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയത്? ആലപ്പുഴയിൽ എന്താണ് ഇയാൾ വാഗ്ദാനം നൽകിയത്? ഈ അനന്തകൃഷ്ണൻ നടത്തിയ തട്ടിപ്പിന്റെ വ്യാപ്തി നമുക്ക് എത്രത്തോളം വലുതായിരുന്നു എന്നുള്ളൊരു കാര്യം ആണ് നമുക്കിപ്പോൾ ഏകദേശം മനസ്സിലാകുന്നത്. ജില്ലയിലും ഈ ആലപ്പുഴ ജില്ലയിലും വ്യാപകമായ ഒരു തട്ടിപ്പ് തന്നെ നടത്തിയിരുന്നു. അതിന്റെ ഇരയായി 1000-ലധികം സ്ത്രീകൾ അതിൽ ഇരയായി എന്നുള്ളതാണ് വാസ്തവം. ഈ ആലപ്പുഴ ജില്ലയിലും ഈ ആദ്യഘട്ടത്തിൽ ഈ ഒരു സീഡ് സൊസൈറ്റി, ഒരു വ്യാജ സീഡ് സൊസൈറ്റി രൂപീകരിച്ചുകൊണ്ട് ഈ കുടുംബശ്രീ സംഘങ്ങൾ വഴി ഈ സ്ത്രീകളെ ബന്ധപ്പെടുന്നു. അതിനുശേഷം ഒരു അംഗത്വ ഫീസായി ഒരു 400 രൂപ ഈ സൊസൈറ്റിയിൽ അംഗമാകാനായി ഒരു 400 രൂപ അംഗത്വ ഫീസ് ആദ്യം ഏർപ്പെടുത്തുന്നു. അതിനുശേഷം ആദ്യഘട്ടത്തിൽ ഒരു 6 മാസം മുൻപേ അല്ലെങ്കിൽ 1 വർഷം മുൻപേ തുടങ്ങിയ ഒരു തട്ടിപ്പാണെന്ന് വേണം നമുക്ക് പറയാൻ കഴിയും. ആദ്യഘട്ടത്തിൽ ഈ ഓണക്കിറ്റായിട്ട് ഒരു 3000 രൂപയുടെ ഓണക്കിറ്റ് 1500 രൂപയ്ക്ക് നൽകിക്കൊണ്ടാണ് ഈ തട്ടിപ്പ് ജില്ലയിൽ ആദ്യം തുടങ്ങിയത്. അതിൽ ഈ കുടുംബശ്രീ അംഗങ്ങൾ ആദ്യം 1500 രൂപ ഈ സൊസൈറ്റികൾക്ക് നൽകുന്നു. അവർ ഈ ഒരു ഓണത്തിന് ഒരു കിറ്റ് ഇവർക്ക് തിരികെ നൽകുന്നുണ്ട്. ഒപ്പം തന്നെ ഈ സ്കൂൾ തുറക്കുന്ന സമയത്തും ഇത്തരത്തിലൊരു കിറ്റ് ഇതുപോലെ വാഗ്ദാനം ചെയ്തിരുന്നു. എന്തായാലും അനന്തു കൃഷ്ണനുമായി ബന്ധപ്പെട്ട തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഓരോ ഘട്ടത്തിലും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആലപ്പുഴയിൽ നടന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ദേവൻ MP പങ്കുവച്ചത്.